സംസ്ഥാനത്ത് ആധുനിക ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടുകൾ തുടങ്ങാൻ സ്വകാര്യ മേഖലയ്ക്ക് അനുമതി. ആദ്യഘട്ടത്തിൽ 12 പേർക്കാണ് ഗ്രൗണ്ടുകൾ തുടങ്ങാനുള്ള അനുമതി നൽകിയത്. 81 ഇടങ്ങളിലായി സ്വന്തം നിലയ്ക്ക് മോട്ടോർ വാഹന വകുപ്പ് ഗ്രൗണ്ടുകൾ സജ്ജമാക്കാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടതിനെ തുടർന്നാണ് സ്വകാര്യ മേഖലയ്ക്ക് വിട്ടു നൽകുന്നത്. സ്വന്തം നിലയ്ക്ക് ഗ്രൗണ്ടുകൾ സജ്ജമാക്കാൻ സാധിക്കാതെ വന്നതോടെ സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ കാര്യത്തിൽ അനിശ്ചിതാവസ്ഥ തുടർന്നിരുന്നു. സർക്കാർ നടത്തുന്ന ടെസ്റ്റുകൾക്ക് സ്വകാര്യ ഡ്രൈവിംഗ് സ്കൂളുകൾ എന്തിന് ഗ്രൗണ്ടുകൾ സജ്ജമാക്കണമെന്നായിരുന്നു ചോദ്യം. ഇതുമായി ബന്ധപ്പെട്ട് മോട്ടോർ വാഹന വകുപ്പ് പലതവണ ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷനുമായി ചർച്ചകൾ നടത്തിയെങ്കിലും പരാജയപ്പെട്ടു. കയറ്റം, ഇറക്കം, റിവേഴ്സ് പാർക്കിംഗ് എന്നിവ ഉൾപ്പെട്ടതാണ് പരിഷ്കരിച്ച ആധുനിക ഗ്രൗണ്ടുകൾ. മോട്ടോർ വാഹന വകുപ്പ് അനുശാസിക്കുന്ന രീതിയിൽ എല്ലാ സംവിധാനത്തോടും കൂടി ഗ്രൗണ്ടുകൾ സജ്ജീകരിക്കാൻ ഏതാണ്ട് 2.5 ഏക്കറോളം സ്ഥലം ആവശ്യമുണ്ട്. തുടർന്ന് സ്വകാര്യ മേഖലയെ മോട്ടോർ വാഹന വകുപ്പിനെ ആശ്രയിക്കേണ്ട അവസ്ഥ വന്നു. 12 പേരാണ് ആദ്യഘട്ടത്തിൽ ഗ്രൗണ്ടുകൾ സജ്ജമാക്കാനായിട്ടുള്ള താല്പര്യം പ്രകടിപ്പിച്ചത്. ഇതിലേറെയും ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ കൂട്ടായ്മകളാണ്. 12 പേർക്കും ഗ്രൗണ്ടുകൾ സജ്ജമാക്കാനുള്ള നിർദ്ദേശം മോട്ടോർ വാഹന വകുപ്പ് നൽകി. ഗ്രൗണ്ടുകൾ പൂർത്തിയാകുന്ന മുറയ്ക്ക് RTO പരിശോധനകൾ നടത്തി ടെസ്റ്റുകൾ നടത്താനുള്ള അനുമതി നൽകും. ഗ്രൗണ്ടിന്റെ ഫീസുകൾ എങ്ങനെ ഈടാക്കണമെന്ന കാര്യത്തിൽ സർക്കാർ തലത്തിൽ ചർച്ച നടത്തേണ്ടി വരും. നിലവിൽ ഗ്രൗണ്ടുകൾ ഇല്ലാത്തതിനാൽ സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ മന്ദഗതിയിലാണ് നീങ്ങുന്നത്. ജനം, തിരുവനന്തപുരം.